അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാനായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നത് മദനമോഹന വിഗ്രഹത്തിനോടാണ് അല്ലെ. ഇപ്പൊ വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്ക് ആ വിഗ്രഹം ഒരുപക്ഷെ ഓർമ്മ വരുന്നുണ്ടാവും, ആ മൂർത്തി ഓർമ്മ വരുന്നുണ്ടാവും. അതേസമയം നമ്മുടെ പ്രാക്ടീസ് മുന്നോട്ട് ഭഗവാന്റെ ആയിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രാക്ടീസിനായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഗോവിന്ദനോടും അതിന്റെ ഒരു ഫൈനൽ ഗോൾ ആയിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഗോപിനാഥനാണ്, പ്രയോജന. അപ്പൊ അതാണ് ആ 3 ഘട്ടത്തില് ഓരോ മൂർത്തിയെയാണ് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ 3 മൂർത്തികൾക്കും ഇവിടെ പ്രണാമങ്ങൾ അർപ്പിച്ചിട്ടാണ് മുന്നോട്ട് ചൈതന്യ ചരിതാമൃതം എഴുതപ്പെടുന്നത്. നമുക്ക് 20ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഗ്രന്ഥേര ആരംഭേ കരി മംഗളാചരണ ഗുരു വൈഷ്ണവ ഭഗവാൻ തിനേര സ്മരണ. അപ്പോ ഈ വർണ്ണനയുടെ ആരംഭത്തിൽ ആധ്യാത്മിക ഗുരുവിന്റെയും വൈഷ്ണവരുടെയും ഭഗവാനെയും സ്മരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മംഗളാചരണം ചെയ്തു. അപ്പൊ ഈ ഗ്രന്ഥം എഴുതുന്നതിന് മുമ്പ് അല്ലെ, എന്ത് നല്ല കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അനുഗ്രഹം ചോദിക്കണം. അപ്പൊ അതുപോലെ അതാണ് ഇവിടെ മംഗളാചരണം നടത്തുകയാണ് ആത്മീയ ഗുരുവിനോടും വൈഷ്ണവരോടും ഭഗവാനെയും സ്മരിച്ചുകൊണ്ട്. അപ്പൊ ഈ ഗുരു വൈഷ്ണവ ഭഗവാൻ അതൊരു വലിയൊരു പാഠമാണ്. അപ്പൊ നമ്മൾ എന്ത് സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മൾ എന്ത് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാലും നമ്മൾ ഈ 3 വ്യക്തികളുടെ അല്ലെ, വ്യക്തികൾ എന്ന് വെച്ചാൽ ഗുരുക്കന്മാര്, വൈഷ്ണവന്മാര്, ഭഗവാന്റെ അനുഗ്രഹം ചോദിക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പൊ അത് ആ ഒരു എറ്റിക്കറ്റ് ആണ് നമുക്കിവിടെ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ചിലപ്പോഴൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എന്റെ തന്നെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഹോങ്കോങ്ങിലാണ് ആദ്യമായി കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അവിടുത്തെ ഭക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു. സമാൽ കൃഷ്ണ മഹാരാജുമായിട്ടൊക്കെ ഇങ്ങനെ കത്തിടപാടൊക്കെ നടത്താറുണ്ട്. പക്ഷെ ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഹിസോൾനസ് ജയപത സ്വാമി മഹാരാജിന്ന് ദീക്ഷ എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ആ തീരുമാനിച്ച സമയത്ത് ഞാനങ്ങ് തീരുമാനിച്ച് അതുമായിട്ട് മുന്നോട്ട് പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു രുചി, കൃഷ്ണാബോധത്തിലൊരു രുചി കുറയുന്നതായിട്ട് എനിക്കിങ്ങനെ ശരിക്കും ഫീൽ ചെയ്യായിരുന്നു. അപ്പൊ നേരത്തെ ഉള്ളൊരു മേഴ്സി ഇല്ല. കാരണം ദീക്ഷയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മേഴ്സി കൂടുന്നതായിട്ടാണ് അല്ലെ. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ആ സമയത്ത് ഹിസോൾനസ് സമാൽകൃഷ്ണ ഗോസ്വാമി മഹാരാജിന് ഒരു കത്ത് എഴുതി. അപ്പോഴാണ് ഞാൻ എഴുതുന്നത്, ഞാനിങ്ങനെ ജയപത സ്വാമി മഹാരാജിൽ നിന്ന് ദീക്ഷ എടുത്തു എന്ന് പറഞ്ഞിട്ട്. മഹാരാജ് തിരിച്ച് എനിക്ക് എഴുതി, ആരിൽ നിന്ന് ദീക്ഷ എടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ റൈറ്റ് ആണ്. നമുക്ക് ഗുരുവായിട്ടുള്ളൊരു ബന്ധമാണ്, ഭഗവാനായിട്ടുള്ളൊരു ബന്ധമാണ്. പക്ഷെ ചുറ്റിനുള്ള വൈഷ്ണവന്മാരുടെ, നിങ്ങളെ ഇത്രയും നാൾ കൃഷ്ണാബോധത്തിൽ സഹായിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വൈഷ്ണവരുടെ അവരോട് പറഞ്ഞ് അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ചെയ്യണമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ ഒരു ഞാനത് ചെയ്തില്ല. ഞാൻ അവരോട് ആർത്തും പറഞ്ഞില്ല. ടെമ്പിളില് അങ്ങനെ അധികം ഒന്നും ആർത്തും പറയാതെ ഈ ഒരു തീരുമാനത്തിലേക്ക് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭഗവാൻ ആ ഒരു രുചി കുറഞ്ഞതുപോലെ, കൃഷ്ണാബോധ രുചി കുറഞ്ഞ പോലെ ഒരു അപരാധം പറ്റിയതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായത്. അപ്പം നമ്മൾ ഗുരുവിന്റെ മാത്രം അനുഗ്രഹം മേടിച്ചാൽ പോരാ, ഭഗവാന്റെ മാത്രം അനുഗ്രഹം മേടിച്ചാൽ പോരാ. ഇവിടെ നമ്മൾ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വൈഷ്ണവരുടെയും കൂടെ, ഗുരു കഴിഞ്ഞ് വൈഷ്ണവർ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ, ആ ഓർഡറിലാണ് ഈ മംഗളാചരണം എഴുതിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു പാഠമാണ്. ഞാനിപ്പോ ഇത് പറയുമ്പോൾ ഞാൻ എന്നോടാണ് പറയുന്നത്, നിങ്ങളോട് മാത്രമല്ല പറയുന്നത്. പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. ചുറ്റിനുള്ള വൈഷ്ണവരുടെ അനുഗ്രഹം വാങ്ങണം എന്നുള്ളത് നിരന്തരം ഞാൻ മറക്കുന്നു. നമ്മൾ ചിലരൊക്കെ ചിലപ്പോൾ മറന്നു പോകാം. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് പറയുന്നതാണ്. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. തിനേര സ്മരേണ ഹയ വിഘ്ന വിനാശന അനായാസേ ഹയ നിജ വാഞ്ചിത പൂരണ. അത്തരം സ്മരണ സർവവിഘ്നങ്ങളും നശിപ്പിക്കുകയും അഭീഷ്ടങ്ങൾ നിഷ്പ്രയാസം സഫലമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ 3 വട്ടം അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകുമ്പോൾ വിഘ്നങ്ങൾ നശിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിഷ്പ്രയാസം സഫലമാക്കുകയും ചെയ്യുന്നു.
സേ മംഗളാചരണഹയ ത്രിവിധ പ്രകാര വസ്തു നിർദ്ദേശ ആശീർവാദ നമസ്കാര. മംഗളാചരണത്തിൽ 3 പ്രക്രിയകൾ ഉൾപ്പെടുന്നു: ഉദ്ദേശ നിർവചനം, ആശീർവാദം, നമസ്കാരം. പ്രഥമതു ഈ ശ്ലോകെ ഇഷ്ടദേവ നമസ്കാര സാമാന്യ വിശേഷ രൂപ ദ്വൈത പ്രകാര. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ആരാധ്യ വസ്തുവായ ഭഗവാന് പൊതുവായും വിശേഷിച്ചും സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നതാണ്. അപ്പൊ ഈ അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ ശ്ലോകം നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ശ്ലോകം ആധ്യാത്മിക ഗുരുക്കന്മാർക്കും ഭഗവത് ഭക്തന്മാർക്കും ഭഗവാന്റെ അവതാരങ്ങൾക്കും അവിടുത്തെ സമഗ്ര വിസ്തരണങ്ങൾക്കും അവിടുത്തെ ശക്തികൾക്കും ആദിപുരുഷനായ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനും ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. 2ാമത്തെ ശ്ലോകത്തില് സൂര്യചന്ദ്രന്മാരെ പോലെയുള്ള ശ്രീകൃഷ്ണ ചൈതന്യനും നിത്യാനന്ദ പ്രഭുവിനും ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അജ്ഞതയുടെ അന്ധകാരം അകറ്റുവാനും അതുവഴി എല്ലാവരിലും അത്ഭുതാനുഗ്രഹങ്ങൾ അരുളുവാനുമായി ഈ സൂര്യചന്ദ്രന്മാർ ഇപ്പോൾ ഗൗഡദേശ ചക്രവാളത്തിൽ ഒരേ സമയം ഉദയമായിരിക്കുകയാണ്. അപ്പൊ ആ 2 ശ്ലോകങ്ങളും ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യാനന്ദ മഹാപ്രഭുവിന്റെ അനുഗ്രഹം വാങ്ങുന്ന ശ്ലോകങ്ങളായിട്ട് കാണാൻ സാധിക്കും. ഞാൻ എടുത്ത ശ്ലോകം നമ്പർ പോയി. തൃതീയ ശ്ലോകേ തേ കരി വസ്തുര നിർദ്ദേശ യാഹ ഹൈതേ ജാനി പരതത്വേര ഉദ്ദേശ. 3ാം ശ്ലോകത്തിൽ ഞാൻ പരമവസ്തുവായ നിരപേക്ഷ സത്യത്തെ സൂചിപ്പിക്കുന്നു. അത്തരമൊരു വിവരണത്തിലൂടെ പരമസത്യത്തെ ദർശിക്കാൻ കഴിയും. അപ്പൊ 3ാമത്തെ ശ്ലോകം നോക്കുകയാണെങ്കിൽ, അവ്യക്ത ബ്രഹ്മം എന്ന ഉപനിഷത്തുകൾ വിവരിക്കുന്നത് ഏതിനെയാണോ അത് അവിടുത്തെ ശാരീരിക പ്രഭാപൂരം മാത്രമാകുന്നു. അന്തരാമിയായ പരമാത്മാവായി അറിയപ്പെടുന്നതോ അവിടുത്തെ സ്ഥാനീയ അംശവൈഭവവും. ഷഡൈശ്വര്യങ്ങളാൽ സമ്പൂർണനായ പരമപുരുഷ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാകുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു. ആകയാൽ പരിപൂർണ സത്യമായ ശ്രീ ചൈതന്യന് തുല്യമായോ ഉപരിയായോ മറ്റൊരു സത്യവും ഇല്ല തന്നെ. ചതുർത്ഥ ശ്ലോകേ തേ കരി ജഗതേ ആശീർവാദ സർവത്ര മാഗീയേ കൃഷ്ണ ചൈതന്യ പ്രസാദ. 4ാമത്തെ ശ്ലോകത്തിൽ ഞാൻ ഭഗവാൻ ചൈതന്യന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വലോകങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം അഭ്യർത്ഥിക്കുന്നു. അതാണ്. അപ്പൊ ഈ ഓരോ ശ്ലോകങ്ങളിലും അപ്പൊ ശരിക്കും എങ്ങനെയാണ് ഈ ഒരു അങ്ങ് നേരിട്ട് ചൈതന്യർദ്ദാമൃതം എഴുതി കളയാന്ന് പറഞ്ഞ എഴുതുകയല്ല, മറിച്ച് ഓരോരുത്തരുടെ ആയിട്ട് അനുഗ്രഹം ചോദിച്ചുകൊണ്ട് മറ്റും എഴുതുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും വലിയൊരു വൈഷ്ണവനായിട്ടുള്ള കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അപ്പം തീർച്ചയായിട്ടും നമ്മളും അനുഗ്രഹം ചോദിക്കാൻ മറന്നു പോകാൻ പാടില്ല എന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എനിക്കൊന്ന് ജലാശയാരാധിക്കാൻ മതി. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സേ ശ്ലോകേ കഹി ഭാഗ്യ അവതാര കാരണ പഞ്ചഷഷ്ട ശ്ലോകേ കഹി മൂലപ്രയോജന. ആ ശ്ലോകത്തിൽ ശ്രീ ചൈതന്യന്റെ അവതാരത്തിന്റെ ബാഹ്യകാരണവും ഞാൻ വ്യക്തമാക്കുന്നുണ്ട്. 5ാമത്തെയും 6ാമത്തെയും ശ്ലോകങ്ങളിൽ അവിടുത്തെ അവതാരത്തിന്റെ മുഖ്യ കാരണം ഞാൻ വിശദമാക്കുന്നു. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ശ്രീ രാധാകൃഷ്ണന്മാരുടെ പ്രേമ വ്യവഹാരങ്ങൾ ഭഗവാന്റെ അന്തരംഗ ആഹ്ലാദിനീയ ശക്തിയുടെ ആവിഷ്കാരങ്ങളാകുന്നു. ശ്രീ രാധയും കൃഷ്ണനും മൗലികമായി ഒരേ വ്യക്തിത്വം തന്നെയെങ്കിലും അവർ കാലാതീതമായി 2ആയി രൂപഭേദം കൊണ്ടു ഇപ്പോഴിതാ ആ 2 ദിവ്യ വ്യക്തിത്വങ്ങളും ശ്രീകൃഷ്ണ ചൈതന്യനായി വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. ഇപ്രകാരം ശ്രീമതി രാധാറാണിയുടെ മേനി നിറവും മനോഭാവവും സ്വീകരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. ശ്ലോകം 6 ആർക്കൊന്ന് വായിക്കാമോ? ശ്ലോകം 6 ട്രാൻസ്ലേഷൻ. അതാണോ മാതാജി? 6ാമത്തെ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ മാത്രം. 6ാമത്തെ എന്ന് പറയുമ്പോൾ നമ്പർ, അതായത് ഈ 6 ശ്ലോകങ്ങളിൽ ഞാൻ ചൈതന്യ മഹാപ്രഭുവിനെ അതല്ല, ബാക്കിൽ പോയിട്ട് 6ാമത്തെ ശ്ലോകം വായിക്കുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ എന്ത് പറഞ്ഞു, 2ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞതെന്നാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും പറ്റുമെങ്കിൽ വായിക്കാം. ഞാൻ നോക്കിയെടുക്കാൻ. വായിക്കട്ടെ മാതാജി? വായിക്കണം. രാധാപ്രേമത്തിന്റെ മഹത്വവും അതല്ലേ? അതെ. ആ പ്രേമത്തിലൂടെ രാധയ്ക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന തന്നിലുള്ള
വിസ്മയകരമായ ഗുണങ്ങളും. തന്റെ പ്രേമത്തിന്റെ മാധുര്യം അനുഭവിക്കുമ്പോൾ അവൾക്കുണ്ടാവുന്ന പരമാനന്ദവും സ്വയം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച ഭഗവാൻ ഹരി ശ്രീ രാധയുടെ ഭാവവികാരങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് ശചീദേവിയുടെ ഗർഭത്തിൽ നിന്ന് ആവിർഭവിച്ചു. സമുദ്രത്തിൽ നിന്ന് ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ. ഹരേ കൃഷ്ണ. ഹരിബോ. ഈശയ ശ്ലോകേ കഹി ചൈതന്യേര തത്വ ആര പഞ്ചശ്ലോകേ നിത്യാനന്ദേര മഹത്വ. ഈ 6 ശ്ലോകങ്ങളിൽ ഞാൻ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള സത്യവും അടുത്ത 5 ശ്ലോകങ്ങളിൽ നിത്യാനന്ദ പ്രഭുവിന്റെ മഹത്വവും വിവരിച്ചിരിക്കുന്നു. അപ്പൊ 7ാമത്തെ ശ്ലോകം മുതൽ 7, 8, 9, 10, 11 ഈ 5 ശ്ലോകങ്ങളിൽ നമുക്ക് നിത്യാനന്ദ മഹാപ്രഭുവിന്റെ ജലാശയവാചി. ഹരേ കൃഷ്ണ. ഓക്കെ, ഈ 5 ശ്ലോകങ്ങളിൽ നമുക്ക് നിത്യാനന്ദ മഹാപ്രഭുവിന്റെ മഹത്വങ്ങളാണ് വിവരിച്ചിരിക്കുന്നതായിട്ട് പറയുന്നത്. ആരതു ഈ ശ്ലോകേ അദ്വൈത തത്വാഖ്യാന ആര ഏക ശ്ലോകേ പഞ്ചതത്വേമ വ്യാഖ്യാന. അടുത്ത 2 ശ്ലോകങ്ങൾ അദ്വൈത പ്രഭുവിന്റെ തത്വവും പിന്നീടുള്ള ശ്ലോകം പഞ്ചതത്വവും. ഭഗവാൻ, അവിടുത്തെ പൂർണ്ണ വിസ്തരണം, അവതാരം, ശക്തികൾ, അവിടുത്തെ ഭക്തന്മാർ വിവരിക്കുന്നു. ഇപ്പൊ എത്ര ശ്ലോകങ്ങളായി? ഏതുവരെ പറഞ്ഞു നമ്മള്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 6ാം ശ്ലോകം വരെ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ 5 ശ്ലോകം നിത്യാനന്ദ മഹാപ്രഭുവിനെ കുറിച്ച്. അപ്പൊ എത്രയായി ശ്ലോകം? 7, 8, 9, 10, 11 അല്ലെ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊന്ന് പേജ് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ 7ാമത്തെ ശ്ലോകത്ത് നിത്യാനന്ദ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നുണ്ട്. 8, 9, 10, 11ാമത്തെ ശ്ലോകം വരെ നിത്യാനന്ദ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നീടുള്ള ശ്ലോകം പഞ്ചതത്വത്തെ കുറിച്ച്. അപ്പൊ 12ാമത്തെ ശ്ലോകം 14ാമത്തെ ശ്ലോകമാണ് പഞ്ചതത്വത്തെ കുറിച്ച് പറയുന്നത്. പിന്നീട് 2 ശ്ലോകം അദ്വൈത മഹാപ്രഭുവിനെ കുറിച്ച്. സോറി, അപ്പൊ 12, 13 അദ്വൈത മഹാപ്രഭുവിനെ കുറിച്ചും അദ്വൈത പ്രഭുവിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പഞ്ചതത്വത്തെ കുറിച്ച് പറയുന്നു. 8ാമത്തെ ശ്ലോകം. അപ്പൊ ഇത് ആരെയൊക്കെയാണ് ഇങ്ങനെ സ്മരിച്ച് മംഗളാചരണം നടത്തി പോകുന്നത് എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. 8ാമത്തെ ശ്ലോകേ കരി മംഗളാചരണ തൻഹി മധ്യ കഹി സഭ വസ്തു നിരൂപണ. അതുകൊണ്ട് ഈ 14 ശ്ലോകങ്ങൾ മംഗള പ്രാർത്ഥനകൾ അർപ്പിക്കുകയും പരമസത്യത്തെ വിവരിക്കുകയും ചെയ്യുന്നു. സഭശ്രോത വൈഷ്ണവേരേ കരി നമസ്കാര ഏ സഭ ശ്ലോകേര കരി അർത്ഥവിചാര. ഈ ശ്ലോകങ്ങളുടെ എല്ലാം സങ്കീർണതകൾ വിവരിക്കാൻ ആരംഭിക്കവേ ഞാൻ എന്റെ എല്ലാ വൈഷ്ണവ ശ്രോതാക്കൾക്കും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ശ്രോതാക്കൾക്കും പ്രണാമങ്ങൾ അർപ്പിക്കാൻ മഹാപ്രഭുവിനും നിത്യാനന്ദ മഹാപ്രഭുവിനും അദ്വൈത ആചാര്യർക്കും പഞ്ചതത്വത്തിനും ഒക്കെ പ്രണാമങ്ങൾ അർപ്പിച്ചതിന് ശേഷം ഇവിടെ ശ്രോതാക്കൾക്ക്, വൈഷ്ണവ ശ്രോതാക്കൾക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാൻ. സകല വൈഷ്ണവ ശുനകരി ഏകമന ചൈതന്യ കൃഷ്ണേര ശാസ്ത്ര മതനിരൂപണ. ശ്രീകൃഷ്ണ ചൈതന്യന്റെ ഈ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, തൊട്ടുമുമ്പത്തെ ശ്ലോകത്തില് ഈ ചൈതന്യ ചരിതാമൃതം കേൾക്കുന്ന ആൾക്കാര്, കേൾക്കുന്ന വൈഷ്ണവർക്ക് അത്രത്തോളം ബഹുമാനം കൊടുക്കാണ് ഈ ചൈതന്യ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള ഈ ചൈതന്യ ചരിതാമൃതം നമ്മൾ വായിക്കുമ്പോ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇത് ശ്രവിക്കുന്ന നമുക്കും കൂടി പ്രണാമങ്ങൾ അർപ്പിക്കാന്നൊക്കെ പറയുമ്പോ അല്ലെ. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ചൈതന്യന്റെ ഈ വർണ്ണന ശാസ്ത്രങ്ങൾ വിവരിച്ചിട്ടുള്ളത് പോലെ ആകിയാൽ തീവ്രമായ ഏകാഗ്രതയോടെ പാരായണം ചെയ്യാനും ശ്രവണം ചെയ്യാനും എല്ലാ വൈഷ്ണവ ശ്രോതാക്കളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് പ്രണാമമൊക്കെ അർപ്പിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം, ശ്രദ്ധിച്ച് പാരായണം ചെയ്യണമെന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയാൻ. എനിക്കോണം. അപ്പൊ ഈ ഒരു അവസരം ചൈതന്യചരിതാമൃതം ഒന്നിച്ചിരുന്ന് ഇങ്ങനെ പാരായണം ചെയ്യാനും ശ്രവിക്കാനും ഒക്കെ ഈ അവസരം തയ്യാറാക്കി തന്ന ഭക്തന്മാർക്കും കൂടി നമ്മൾ ആക്ച്വലി മനസ്സുകൊണ്ട് പ്രണാമങ്ങൾ അർപ്പിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അല്ലെ ശ്രീല പ്രഭുപാദരാണല്ലോ നമുക്ക് ഈ ഒരു അവസരം ഒരുക്കി തരുന്നത്, ആദ്യത്തെ വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ചൈതന്യ മഹാപ്രഭു പരമനിരപേക്ഷ സത്യമായ ശ്രീകൃഷ്ണൻ തന്നെയാകുന്നു. ആധികാരികമായ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള തെളിവ് സഹിതം ഇത് സമർത്ഥിക്കപ്പെടുന്നു. ജനങ്ങൾ ചിലപ്പോൾ തന്നിഷ്ടപ്രകാരമുള്ള വികാരങ്ങളുടെ അടിസ്ഥാനത്തിലും വേദശാസ്ത്രങ്ങൾ പരിശോധിക്കാതെയും ഒരു മനുഷ്യനെ ദൈവമായി അംഗീകരിക്കുന്നു. എന്നാൽ ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവ് തന്റെ എല്ലാ പ്രസ്താവനകളും ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് തെളിയിക്കുന്നു. അപ്രകാരം
ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. കൃഷ്ണ ഗുരു ഭക്ത ശക്തി അവതാര പ്രകാശ കൃഷ്ണ ഈ ചയരൂപേ കരേന വിലാസ. കൃഷ്ണൻ ആധ്യാത്മിക ഗുരുക്കന്മാരായും ഭക്തന്മാരായും വിഭിന്ന ശക്തികളായും അവതാരങ്ങളായും വിസ്താരങ്ങളായും സ്വയം ആവിഷ്കരിച്ച് ആസ്വദിക്കുന്നു. അവ ഒന്നിലുള്ള 6 രൂപങ്ങളാകുന്നു. അപ്പൊ കൃഷ്ണൻ ആധ്യാത്മിക ഗുരുക്കന്മാരായും ഭക്തന്മാരായും വിഭിന്ന ശക്തികളായും അവതാരങ്ങളായും രൂപവിസ്താരങ്ങളായും സ്വയം ആവിഷ്കരിച്ച് ആസ്വദിക്കുന്നു. അവ ഒന്നിലുള്ള 6 രൂപങ്ങളാകുന്നു. ഈ ആധ്യാത്മിക ഗുരുക്കന്മാർ പലതരത്തിലുണ്ടെന്നൊക്കെയുള്ള അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ശ്ലോകം വരെ വായിച്ച് നമുക്ക് നിർത്താം. ഏചയ തത്വേര കരി ചരണ വന്ദന പ്രഥമേ സാമാന്യ കരി മംഗളാചരണ. അതിനാൽ ഞാൻ ഏക സത്യത്തിന്റെ ഈ 6 വൈവിധ്യങ്ങളെയും വന്ദിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ കൃഷ്ണനെ, ഗുരുവിനെ, ഭക്തനെ, ഭഗവാന്റെ ശക്തി വിശേഷങ്ങളെ, അവതാരങ്ങളെ, അല്ലെ, രൂപവിസ്താരങ്ങളെ, ഭഗവാന്റെ രൂപവിസ്താരങ്ങൾ. അപ്പൊ ഇത്രയും ഭഗവാന്റെ തന്നെ ഇത്രയും ഇതെന്താ പറയാ, ഏകസത്വത്തിന്റെ ഈ 6 വൈവിധ്യങ്ങളെ. അപ്പൊ ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്നതും ഭഗവാന്റെ തന്നെ ആ ഏകസത്യത്തിന്റെ ഒരു വൈവിധ്യമാണെന്നാണ്. അപ്പൊ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്ന ഭഗവാന്റെ കണ്ണിൽ എത്ര വലുതായിട്ടാണ് ഭഗവാൻ നമ്മളെ കാണുന്നത്, അല്ലെ? ഭഗവാന്റെ നാമം ജപിക്കുന്ന ഭക്തരെ ഭഗവാൻ എത്ര വലിയൊരു നിലയ്ക്കാണ് ഭഗവാൻ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആണ് വൈഷ്ണവർക്കെതിരെ നമ്മൾ അപരാധം ചെയ്യാനായിട്ട് ശരിക്ക് പേടിക്കണം എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് അടുത്തൊരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നിർത്താം. വന്ദേ ഗുരുനീശ ഭക്താനീശമീശാവതാരകാൻ തത്പ്രകാശാംശ തച്ഛക്തിം കൃഷ്ണ ചൈതന്യ സംജ്ഞകം. വന്ദേ പ്രണമിക്കുന്നു ഗുരുൻ, ആധ്യാത്മിക ഗുരുക്കന്മാർക്ക്. ഇവിടെ ഈ ശ്ലോകത്തില് ഗുരുവൻ എന്നാണ് പറയുന്നത്, ഗുരു എന്നല്ല, ഗുരുവൻ എന്നാണ്. അത് ഒരു ഗുരുവിനല്ല, ഗുരുക്കന്മാർക്കാണ് പ്രണാമം. ഈശ ഭക്താൻ, ഭഗവത് ഭക്തന്മാർക്ക്. ഈശ അവതാരകാൻ, ഭഗവാന്റെ അവതാരങ്ങൾക്ക്. തത്, ഭഗവാന്റെ പ്രകാശാൻ, ആവിഷ്കാരങ്ങൾക്ക്. ശക്തി, ശക്തികൾക്ക്. കൃഷ്ണ ചൈതന്യ, ശ്രീകൃഷ്ണ ചൈതന്യൻ. സംജ്ഞകം, പേരുള്ള. ആധ്യാത്മിക ഗുരുക്കന്മാർക്കും ഭഗവത് ഭക്തന്മാർക്കും ഭഗവാന്റെ അവതാരങ്ങൾക്കും അവിടത്തെ സമഗ്ര രൂപ വിസ്തരണങ്ങൾക്കും ശക്തികൾക്കും ശ്രീകൃഷ്ണ ചൈതന്യൻ എന്ന ആദിപുരുഷനായ അവിടത്തേക്കും ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി തന്റെ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിലേക്കായി ഈ സംസ്കൃത ശ്ലോകം ചിട്ടപ്പെടുത്തി. ഇപ്പോൾ അദ്ദേഹം അത് വിപുലമായി വിശദീകരിക്കും. പരമസത്യത്തിന്റെ 6 തത്വങ്ങൾക്കും അദ്ദേഹം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഗുരുവൻ എന്ന പദം ബഹുവചനമാണ്. എന്തുകൊണ്ടെന്നാൽ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മീയ ഉപദേശങ്ങൾ നൽകുന്ന ഏതൊരാളെയും ആധ്യാത്മിക ഗുരുവായി അംഗീകരിക്കുന്നു. മറ്റുള്ളവർ പ്രാരംഭകർക്ക് വഴികാട്ടുന്നതിൽ സഹായിക്കുമെങ്കിലും ഒരുവന് മഹാമന്ത്രത്താൽ ആദ്യം ദീക്ഷ നൽകുന്ന ഗുരു ദീക്ഷാ ഗുരുവായി അറിയപ്പെടുകയും കൃഷ്ണാബോധത്തിൽ പുരോഗതി നേടുന്നതിന് ഉപദേശങ്ങൾ നൽകുന്ന സാധുവര്യന്മാർ ആത്മീയ ശിക്ഷാ ഗുരുക്കന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. ദീക്ഷാ ഗുരുക്കന്മാരുടെയും ശിക്ഷാ ഗുരുക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവർ സമന്മാരും കൃഷ്ണന്റെ അഭിന്ന ആവിഷ്കാരങ്ങളുമാണ്. ബദ്ധാത്മാക്കളെ ഭഗവദ്ധാമത്തിലേക്ക് നയിക്കുകയാണ് അവരുടെ ധർമ്മം. അതുകൊണ്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നിത്യാനന്ദ പ്രഭുവിനെയും 6 ഗോസ്വാമിമാരെയും ഗുരുവിന്റെ വിഭാഗത്തിൽ അംഗീകരിക്കുന്നു. ഈശഭക്താൻ എന്ന പദം ശ്രീവാസനെയും അതുപോലുള്ള മറ്റ് അനുയായികളെയും സൂചിപ്പിക്കുന്നു. അവരെല്ലാം ഭഗവത് ശക്തിയും ഗുണപരമായി അവിടുന്നിൽ നിന്ന് അഭിന്നരുമാണ്. ഈശാവതാരകൻ എന്ന പദം ഭഗവാന്റെ അവതാരമായ അദ്വൈത പ്രഭുവിനെ പോലുള്ള ആചാര്യന്മാരെ പരാമർശിക്കുന്നു. തത്പ്രകാശാൻ എന്ന പദം ഭഗവാന്റെ നേരിട്ടുള്ള വിസ്തരണമായ നിത്യാനന്ദ പ്രഭുവിനെയും ദീക്ഷാ ഗുരുവിനെയും സൂചിപ്പിക്കുന്നു.
തത് ശക്തി ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ അന്തരംഗ ശക്തികളെ പരാമർശിക്കുന്നു. ഗദാധരനും ദാമോദരനും ജഗദാനന്ദനും ഈ അന്തരംഗ ആത്മീയ ശക്തിയുടെ വിഭാഗങ്ങളിൽ പെടുന്നവരാണ്. 6 തത്വങ്ങളും വ്യത്യസ്തമായാണ് പ്രത്യക്ഷമാകുന്നതെങ്കിലും എല്ലാവരും തുല്യമായി ആരാധനാർഹരാണ്. ശ്രീ ചൈതന്യനെ ആരാധിക്കുന്നതിനുള്ള രീതി നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ആദ്യം അവരെ പ്രണമിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. അല്ലെ, ശ്രീ ചൈതന്യനെ ആരാധിക്കുന്നതിലുള്ള രീതി നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ആദ്യം അവരെ പ്രണമിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. മായ എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ബാഹ്യശക്തിക്ക് ഒരിക്കലും ഭഗവാനുമായി സഹവസിക്കാനാവില്ല. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുട്ടിന് തുടരാൻ കഴിയാത്തതുപോലെ എന്നാൽ അന്ധകാരം എന്നത് പ്രകാശത്തിന്റെ മായികവും ക്ഷണികവുമായ ആവൃത സ്ഥിതിയാകയാൽ അതിന് പ്രകാശമില്ലാതെ സ്വതന്ത്രമായി അസ്തിത്വമില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് ഇനി അങ്ങോട്ട് ഗുരുക്കന്മാരെ കുറിച്ച് കുറച്ചുകൂടെ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഈ ശ്ലോകത്തിൽ ആദ്യം പറയുന്നത് വന്ദേ ഗുരുൻ ഈശാ ഭക്തൻ. അപ്പൊ ഗുരുൻ എന്ന പ്ലൂറൽ ആണ് പറഞ്ഞിരിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഗുരുൻ എന്ന് പറഞ്ഞത്? അല്ലേ, അപ്പൊ നമുക്ക് ആലോചിക്കാം, നമുക്ക് ദീക്ഷ നൽകുന്ന ഒരു ഗുരുവല്ലേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഗുരുൻ എന്ന് പറഞ്ഞിരിക്കുന്നു? അപ്പൊ അതിന് വ്യക്തമായിട്ട് താഴോട്ട് പ്രഭുപാദ് ഭാവാർത്ഥത്തിലും ഇനിയുള്ള ശ്ലോകത്തിലുമായിട്ട് പറയുന്നത്, അങ്ങനെ നമുക്ക് ഒരു ശ്ലോകം കൂടെ വായിക്കാൻ സമയം ഉണ്ടെന്ന് തോന്നുന്നു. പറയുന്നത് ഗുരു എന്ന് വെച്ചാൽ ഒരു തത്വമാണ്, അല്ലെ, ഗുരു തത്വമാണ്. ഭഗവാന്റെ പ്രതിനിധിയായിട്ട് ഭഗവാന്റെ കൃപ നമുക്ക് നൽകുന്ന ഗുരു, ഭഗവാനുമായി നമ്മൾ കണക്ട് ചെയ്യുന്ന ഗുരു ദീക്ഷാ ഗുരു മാത്രമല്ല, ശിക്ഷാ ഗുരുക്കന്മാരുമാകാം. അപ്പൊ ഈവൻ നമുക്ക് വർത്തമാന പ്രത്യക്ഷ ഗുരു പറയാം, പിന്നെ ദീക്ഷാ ഗുരു, ശിക്ഷാ ഗുരുക്കന്മാർ. ദീക്ഷാ ഗുരു എന്ന് പറയുമ്പോൾ ഒരാളെ പാടുള്ളൂ. അപ്പൊ അതിന് ശാസ്ത്രം പറയുന്നുണ്ട്, ഒരു ദീക്ഷാ ഗുരുവേ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഗുരുവിൽ നിന്ന് ദീക്ഷ എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ശിക്ഷാ ഗുരുക്കന്മാര് നമുക്ക് പലതാവാം. ചിലപ്പോ ഒരു പക്ഷെ നമ്മുടെ ദീക്ഷാ ഗുരു തന്നെ ആയിരിക്കാം നമ്മുടെ ശിക്ഷാ ഗുരു. ചിലപ്പോ അങ്ങനെ ആവണമെന്നുമില്ല. ദീക്ഷ എടുത്തിട്ട് നമുക്ക് ശിക്ഷ നൽകുന്നത് ചിലപ്പോൾ മറ്റു ഗുരുക്കന്മാരായിരിക്കും. അപ്പൊ ഇതാൽ ഇവർക്ക് എല്ലാവരും തുല്യമാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ഫൗണ്ടർ ആചാര്യ എന്ന് പറഞ്ഞ കോഴ്സ് ചിലപ്പോൾ ദീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാറുണ്ടാവും. അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കുന്നത് ദീക്ഷ നൽകുന്ന ഗുരു, നമ്മൾ സാധാരണ അങ്ങനെ കരുതുക, ദീക്ഷ നൽകുന്ന ഗുരു ശിക്ഷ നൽകുന്ന ഗുരുക്കന്മാരെക്കാട്ടി ഗുരുവിനെക്കാട്ടി മുകളിലാണ്, അല്ലെങ്കിൽ ശിക്ഷാ ഗുരുക്കന്മാർ താഴെയാണെന്നാണ് നമ്മൾ കരുതുക. പക്ഷെ അങ്ങനെ കരുതാൻ പാടില്ല എന്നുള്ളതാണ്. ദീക്ഷാ ഗുരുവിനോടൊപ്പം തന്നെ ഒരു വ്യത്യാസവും ഇല്ലെന്നാണ്, ശിക്ഷാ ഗുരുക്കന്മാർക്ക് ഒരു വ്യത്യാസവും ഇല്ലാതെ കാണണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമുക്ക് അടുത്ത ഒരു ശ്ലോകം കൂടി വായിക്കാം. മന്ത്രഗുരു ആലയത ശിക്ഷാ ഗുരുഗണ താൻഹാര ചരണ ആകെ കരിയേ വന്ദന. എന്റെ ദീക്ഷാ ഗുരുവിന്റെയും എല്ലാ ശിക്ഷാ ഗുരുക്കന്മാരുടെയും ശരണകമലങ്ങളിൽ ഞാൻ ആദ്യം തന്നെ സാദരം പ്രണമിക്കുന്നു. വിശുദ്ധരായ വൈഷ്ണവരുടെ ലക്ഷ്യം കളങ്കമറ്റ ഭക്തിയുത സേവനമാണെന്നും ഒരുവൻ അത്തരം സേവനം ഇതര ഭക്തന്മാരുടെ സഹവാസത്തോടെ നിർവഹിക്കണമെന്നും ശ്രീല ജീവ ഗോസ്വാമി തന്റെ ഭക്തി സന്ദർഭം എന്ന പ്രബന്ധത്തിൽ പ്രസ്താവിക്കുന്നു. ഒരുവന് കൃഷ്ണഭക്തന്മാരുമായുള്ള സംഘത്തിലൂടെ ക്രമേണ കൃഷ്ണാബോധം ഉദിക്കുകയും ഇപ്രകാരം പ്രേമഭരിതമായ സേവനത്തിനുള്ള പ്രവണത ഉണ്ടാകുകയും ചെയ്യുന്നു. ഭക്തിയുത സേവനത്തിൽ ക്രമാനുഗതമായി മതിപ്പ് വളർത്തി ഭഗവാനെ സമീപിക്കുന്നതിനുള്ള പ്രക്രിയ ഇതാണ്. കലർപ്പറ്റ ഭക്തിയുത സേവനം കാംക്ഷിക്കുന്ന ഒരുവൻ ഭഗവത് ഭക്തന്മാരുമായി സമ്പർക്കം പുലർത്തണം. കാരണം അത്തരം സംഘത്തിലൂടെ മാത്രമേ ബദ്ധാത്മാവിന് അതീന്ദ്രിയ പ്രേമത്തിൽ അഭിരുചിയും അപ്രകാരം അവനിൽ അന്തർലീനമായ ഭഗവാനുമായുള്ള പ്രത്യേക ശാശ്വത പ്രേമബന്ധം രസം പുനർജീവിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ ഭഗവാനുമായിട്ടുള്ള നമ്മുടെ പ്രത്യേക ശാശ്വത പ്രേമബന്ധം അഥവാ രസം അത് പുനർജീവിപ്പിക്കുന്നതിന് എന്ത് വേണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഒരു ക്രൈറ്റീരിയൻ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇവിടെ പറഞ്ഞ ക്രൈറ്റീരിയ? ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു ഭഗവാനായിട്ടുള്ള ഭക്തിയുടെ ഒരു രസം, ആ ഒരു രസം നമുക്ക്
രുചിക്കാൻ സാധിക്കണമെങ്കിൽ അത് പുനരുജ്ജീവിപ്പിക്കണമല്ലോ. അപ്പൊ നമ്മുടെ ഉള്ളിലുണ്ട്. പുനരുജ്ജീവിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആ വാക്ക് പറയുമ്പോൾ അതായത് ഓൾറെഡി ആത്മാവിന് ആ ഒരു രസ ഉണ്ട്, ഭഗവാനുമായിട്ടുള്ള പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള രസ ആത്മാവിന് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ പക്ഷെ മറന്നുപോയി. അതിനെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരണം. അതിന് സംഘം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവത് ഭക്തന്മാരുമായി സമ്പർക്കം പുലർത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു. കൃഷ്ണാബോധ പ്രവർത്തനങ്ങളിലൂടെ കൃഷ്ണനിൽ പ്രേമം വളർത്തുന്ന ഒരുവന് പരമസത്യത്തെ അറിയാൻ കഴിയും. പക്ഷേ യുക്തിപരമായ വാദങ്ങളിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്ന ഒരുവൻ വിജയിക്കുകയില്ല. അയാൾക്ക് കലർപ്പറ്റ ഭക്തിയിൽ രുചി ഉണ്ടാവുകയില്ല. അപ്പൊ ഇതില് വളരെ എന്താ പറയാ, നമുക്ക് ആത്മീയമായി പുരോഗമിക്കണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരുപാട് തത്വങ്ങളാണ് ഈ ശ്ലോകങ്ങളിൽ കൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ ഭാവാർത്ഥത്തിലൂടെ പ്രഭുപാദ് പറഞ്ഞു പോകുന്നു. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണാബോധ പ്രവർത്തനങ്ങളുടെ കൃഷ്ണനിൽ പ്രേമം വളർത്തുന്ന ഒരുവന് പരമസത്യത്തെ അറിയാൻ കഴിയും. പക്ഷേ യുക്തികരമായ വാദങ്ങളിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്ന ഒരുവൻ വിജയിക്കുകയില്ല. അപ്പൊ നമ്മൾ യുക്തി ഉപയോഗിച്ച്, നമ്മുടെ ബുദ്ധി, നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമ്മൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വിജയിക്കാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് വേറൊരു പുസ്തകവും വായിക്കുകയായിരുന്നു. അപ്പൊ ആ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാല് ഭഗവാൻ എന്ന് പറയുന്നത് അത്രയും വലിയൊരു തത്വമാണ്, ചെറിയ തത്വമൊന്നുമല്ല. പക്ഷേ ചില ഭക്തന്മാരെങ്കിലും, എനിക്ക് അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവാം, അതുപോലെ വേറെ ഭക്തന്മാർക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാവാം. നമ്മൾക്ക് ഭഗവാനെ നമ്മൾ യുക്തി കൊണ്ടാണ് അറിയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ചെറിയ ഇന്റലിജൻസ് കൊണ്ട് നമുക്കെല്ലാം അറിയണം, എല്ലാം അറിഞ്ഞ് ബോധ്യപ്പെട്ടാലേ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു നിഷ്കർഷ അല്ലെങ്കിൽ ഒരു സ്റ്റബേൺനെസ് ചിലപ്പോൾ നമുക്കുണ്ടാവും. പക്ഷെ അങ്ങനെ ഭഗവാൻ അറിയാൻ പറ്റില്ല എന്നുള്ള, യുക്തി കൊണ്ട് നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കില്ല. എങ്ങനെ സാധിക്കും? നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ബുദ്ധി കൊണ്ട്, നമ്മുടെ ഒരു ചെറിയ ഇന്റലിജൻസ് കൊണ്ട് എന്തിന് ഐൻസ്റ്റീനിന്റെ ഒരു റിലേറ്റിവിറ്റി തിയറി എടുത്തു വെച്ച് വായിച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. എന്തിന് നമ്മുടെ വീട്ടിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ ഫിസിക്സോ കെമിസ്ട്രിയോ ടെക്സ്റ്റ് എടുത്ത് വായിച്ചാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. അവരുടെ മാത്സ് ടെക്സ്റ്റ് വായിച്ചാൽ നമ്മൾ ബോധം കിട്ടി വീഴും ചിലപ്പോൾ, മാത്സ് അധ്യാപകരല്ലെങ്കിൽ. നമ്മള് ഇത്രയും വലിയ പ്രപഞ്ച സത്യമായിട്ടുള്ള ഈ ഒരു അബ്സല്യൂട്ട് ട്രൂത്ത് ആയിട്ടുള്ള നിരപേക്ഷ സത്യം അല്ലെ, ഡുവാലിറ്റി ഇല്ലാത്ത, ആപേക്ഷികമല്ലാത്ത ആ ഒരു ഭഗവാനെ കുറിച്ച്, ആ പരമസത്യത്തെക്കുറിച്ച്, സമ്പൂർണമായ സത്യത്തെക്കുറിച്ച് സറണ്ടർ ചെയ്ത് നമുക്ക് നമ്മുടെ ഉള്ളില് ഭഗവാൻ നമ്മുടെ സേവ ചെയ്ത് ഗുരു നമ്മുടെ ഉള്ളില് പറഞ്ഞു തന്ന് നമ്മൾ അറിഞ്ഞാലേ പറ്റുള്ളൂ. അതാണ് പ്രോസസ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ വാശി പിടിക്കും, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് അറിയും, എൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, എൻ്റെ യുക്തി കൊണ്ട് ഞാൻ അറിയുമെന്ന് നമുക്ക് നിർബന്ധം വരും. അപ്പൊ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം അറിയാൻ ശ്രമിക്കരുത്. ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നതിൽ അൺസർട്ടനിറ്റി വേണം. ആ അൺസർട്ടനിറ്റി നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തണം. എല്ലാം സർട്ടൺ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഭഗവാനെ കുറിച്ച് സകലതും അറിയാം, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ പോവാണ്, ഞാൻ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അത് നടപ്പുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ബുദ്ധിശക്തി ഒരിക്കലും എല്ലാം അറിയാൻ സാധിക്കില്ല. ബേസിക് ആദ്യം ഒരു ഫെയ്ത്ത്, പറയുന്ന ശാസ്ത്രത്തിൽ പറയുന്നതൊക്കെ ശരിയാണെന്നൊരു ബേസിക് ഫെയ്ത്ത് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ സേവ ചെയ്തും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചും പ്രാക്ടീസ് ചെയ്തും മുന്നോട്ട് പോകാനേ സാധിക്കുള്ളൂ. നമ്മുടെ യുക്തി കൊണ്ട് മാത്രം കോൺകർ ചെയ്ത് കളയാം, ഇപ്പൊ എല്ലാം അറിഞ്ഞു കളയാം, സകലതും നമ്മൾ ശാസ്ത്രം പഠിച്ച്, ഇപ്പൊ ജ്ഞാനികളുള്ള ഒരു ടെൻഡൻസി പോലെ എല്ലാ പുസ്തകങ്ങളും പഠിച്ച് സകല വേദങ്ങളും പഠിച്ച് എല്ലാം ഇപ്പൊ അറിഞ്ഞു കളയാം എന്ന് വിചാരിച്ചാൽ, ഭഗവാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു രസമാണ്, ഒരു ബന്ധമാണ്. നമ്മൾ പറഞ്ഞ പോലെ സംബന്ധം, ആഭിധേയം, പ്രയോജനത്തിൽ കൂടെ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ മാത്രം നമ്മൾ ശ്രമിച്ചാൽ. ഇപ്പൊ കലർപ്പറ്റ ഭക്തിയിൽ അങ്ങനെ ചെയ്താൽ നമുക്ക് രുചി ഉണ്ടാകില്ല. ഭഗവത് ശാസ്ത്രം പരിപൂർണമായി അറിയുന്നവരിൽ നിന്ന് വിധേയഭാവത്തോടെ ശ്രവിക്കുകയും തദനന്തരം ആചാര്യനാൽ ചിട്ടപ്പെടുത്തിയ സേവന രീതി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് വിജയരഹസ്യം.
ഭഗവാന്റെ നാമം, രൂപം, ഗുണങ്ങൾ തുടങ്ങിയവയാൽ മുമ്പേ തന്നെ ആകർഷിതനായി കഴിഞ്ഞ ഒരു ഭക്തനെ ഭക്തിയുത സേവനത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകമായ രസത്തിലേക്ക് മാർഗദർശനം ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഒരാൾ യുക്തിയിലൂടെ ഭഗവാനെ സമീപിക്കുന്നതിന് സമയം പാഴാക്കേണ്ടതില്ല. നിപുണനായ ഒരു ആധ്യാത്മിക ഗുരുവിന് തന്റെ ശിഷ്യന്റെ ശക്തിയെ പ്രേമഭരിതമായ സേവനത്തിൽ എങ്ങനെയാണ് വ്യാപരിപ്പിക്കേണ്ടത് നന്നായി അറിയാം. അപ്രകാരം അദ്ദേഹം ഒരു ഭക്തനെ അയാളുടെ പ്രത്യേക മനോഭാവത്തിനനുസരിച്ചുള്ള പ്രത്യേക ഭക്തിയുത സേവനത്തിൽ നിയോഗിക്കുന്നു. ഒരു ഭക്തന് ഒരു ദീക്ഷാഗുരു മാത്രമേ ഉണ്ടാകൂ. കാരണം ഒന്നിലേറെ പേരെ സ്വീകരിക്കുന്നത് ശാസ്ത്രങ്ങളിൽ വിലക്കിയിട്ടുണ്ട്. എങ്കിലും ഒരുവന് സ്വീകരിക്കാവുന്ന ശിക്ഷാ ഗുരുക്കന്മാരുടെ സംഖ്യയ്ക്ക് പരിമിതിയില്ല. പൊതുവെ ഒരു ശിഷ്യനെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ നിരന്തരം ഉപദേശിക്കുന്ന ആധ്യാത്മിക ഗുരു പിന്നീട് അയാളുടെ ദീക്ഷാ ഗുരുവായി തീരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദീക്ഷാഗുരു, പക്ഷേ ശിക്ഷാഗുരുക്കന്മാര് നമുക്ക് പലരെയും സ്വീകരിക്കാം. ശിക്ഷാഗുരുവിനെ ഒരിക്കലും ദീക്ഷാഗുരുവിൽ നിന്ന് ചെറുതായിട്ട് കാണാനും പാടില്ല. ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കാനും ദീക്ഷിതനാകാനും വൈമനസ്യമുള്ള ഒരു വ്യക്തി ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള അയാളുടെ ഉദ്യമത്തിൽ അന്താളിച്ചു പോകുമെന്ന കാര്യം നാം എപ്പോഴും ഓർക്കേണ്ടതാണ്. ഉചിതമായി ദീക്ഷ സ്വീകരിക്കാത്ത ഒരാൾ വലിയൊരു ഭക്തനായി സ്വയം പ്രദർശിപ്പിച്ചേക്കാം. പക്ഷേ അയാൾക്ക് തന്റെ ആത്മസാക്ഷാത്കാര പുരോഗതിയുടെ പാതയിൽ സ്തംഭിപ്പിക്കുന്ന പ്രതിബന്ധങ്ങളോട് നിശ്ചയമായും പൊരുതേണ്ടി വരികയും തത്ഫലമായി ഉറപ്പായും ഭൗതികാസ്തിത്വത്തിൽ മോചനമില്ലാതെ തുടരേണ്ടി വരികയും ചെയ്യുന്നു. നിസ്സഹായനായ അത്തരം ഒരു വ്യക്തിയെ ചുക്കാനില്ലാത്ത ഒരു കപ്പലിനോട് ഉപമിക്കാവുന്നതാണ്. കാരണം നിയന്ത്രണമില്ലാത്ത കപ്പലിന് ഒരിക്കലും അതിന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അതിനാൽ ഭഗവത് കാരുണ്യം കാംക്ഷിക്കുന്നവർ ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഗുരുവിന്റെ സേവനം പരമപ്രധാനമാണ്. ഗുരുവിന് നേരിട്ട് സേവനം ചെയ്യാൻ അവസരമില്ലാത്ത പക്ഷം ഭക്തൻ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സേവനം ചെയ്യണം. ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശങ്ങളും ഗുരുവെന്ന വ്യക്തിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആകയാൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശവാക്യങ്ങളായിരിക്കണം ശിഷ്യന്റെ അഭിമാനം. ആധ്യാത്മിക ഗുരു ഉൾപ്പെടെ ആരുടെയും ഉപദേശം തേടേണ്ടാത്ത വിധം ഉയരത്തിലാണ് താനെന്ന് ചിന്തിക്കുന്നവർ അപ്പോൾ തന്നെ ഭഗവത് പാദങ്ങളിൽ അപരാധികളായി തീരുന്നു. ഒരിക്കൽ കൂടെ വായിക്കാം. ആധ്യാത്മിക ഗുരു ഉൾപ്പെടെ ആരുടെയും ഉപദേശം തേടേണ്ടാത്ത വിധം ഉയരത്തിലാണ് താനെന്ന് ചിന്തിക്കുന്നവർ അപ്പോൾ തന്നെ ഭഗവത് പാദങ്ങളിൽ അപരാധികളായി തീരുന്നു. അത്തരം ഒരു അപരാധിക്ക് ഒരിക്കലും ഭഗവാനിലേക്ക് തിരിച്ചു പോകാനാവില്ല. ഗൗരവമുള്ള ഒരു വ്യക്തി ശാസ്ത്ര അനുശാസനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസിയായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പൈതൃകത്തിന്റെയോ അഥവാ സാമൂഹികവും പൗരോഹിത്യപരവുമായ കീഴ്വഴക്കങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ഒരുവൻ ഗുരുവിനെ സ്വീകരിക്കരുതെന്ന് ശ്രീ ജീവ ഗോസ്വാമി ഉപദേശിക്കുന്നു. ആത്മീയ ബോധത്തിൽ യഥാർത്ഥ പുരോഗതി നേടാൻ ഇച്ഛിക്കുന്ന ഒരുവൻ അവ്യാജനും യോഗ്യനുമായ ഒരു ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പം ഭക്തി രസാമൃത സിന്ധു എന്ന് പറയുന്ന ഭക്തി എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന ശ്രീല രൂപ ഗോസ്വാമിയുടെ ഗ്രന്ഥത്തില് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള 64 അംഗങ്ങൾ പറയുന്നതിൽ ആദ്യത്തെ 4-5 അംഗങ്ങളെല്ലാം പറയുന്നത് ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുക, ഗുരുവിൽ നിന്ന് ആശ്രയിക്കുക. ആദ്യത്തേത് ബോണഫൈഡ് ആയിട്ടുള്ള ആധ്യാത്മിക ഗുരുവിനെ ആശ്രയിക്കുക. രണ്ടാമത് പറയുന്നത് ആ ഗുരുവിൽ നിന്ന് ദീക്ഷ എടുക്കുക. മൂന്നാമത് പറയുന്നത് ആ ഗുരുവിന്റെ ഓർഡേഴ്സ് പാലിക്കുക. നാലാമത് എങ്ങനെ പുരോഗമിക്കണമെന്ന് ആ ഗുരുവിനോട് ചോദിച്ചറിയുക. അപ്പൊ ഇത്തരത്തിൽ ഗുരുവിന്റെ പ്രാധാന്യം, ഗുരുവിനെ സ്വീകരിക്കുന്നതിന്റെ പ്രാധാന്യമാണ് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ അംഗങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെയും ഗുരുവിനെ സ്വീകരിക്കാതെ ഒരാള് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വലിയൊരു ഭക്തനായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ വലിയ കഴമ്പില്ല എന്നാണ് പറയുന്നത്. കാരണം ഏതൊരു വ്യക്തിക്കും ഉള്ളില് നമുക്ക് ആദ്യം ഒരു ഭക്തിയൊക്കെ തോന്നാം അല്ലെ. ആദ്യം ഒരു ഭഗവാൻ ഒരു കാരുണ്യമൊക്കെ തന്നിട്ട് നമുക്കൊരു ചെറിയ ശ്രദ്ധയും ഭഗവാന്റെ അടുത്തൊക്കെയുള്ള ഒരു മതിപ്പും ഒക്കെ നമുക്ക് തോന്നാം. പക്ഷെ ജന്മാന്തരങ്ങളായിട്ടുള്ള അഴുക്കും നമ്മുടെ ആഗ്രഹങ്ങളും അല്ലെ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ അഴുക്കിനെയൊക്കെ എടുത്ത് പുറത്തിട്ട് നമ്മളെ ക്ലിയർ ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് ശരിക്കുള്ള ഭക്തി ഉണരുന്നത്. അപ്പൊ ആദ്യത്തെ ഭക്തി ചുമ്മാ ഒരു നമ്മൾ സിനിമയ്ക്കൊക്കെ ഒരു പ്രൊമോ കാണിക്കാൻ പോലെ ഉള്ളൊരു പ്രൊമോ മാത്രമാണ്.
ആ പ്രൊമോയില് വലിയ കാര്യമില്ല. ഗുരുവിൽ നിന്ന് ദീക്ഷയെടുത്ത് ഭജന ചെയ്ത് മുന്നോട്ട് പോയി നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് പ്രോസസ് ഉണ്ടല്ലോ, ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്ന അല്ല, ചേതോതർപ്പണ മാർജനം, നാമജപമൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, അപ്പൊ ആ ഒരു സ്റ്റെപ്പുകളിൽ കൂടെ ഫൈനലി പ്രേമ സ്റ്റേജിൽ വരെ നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ മാത്രമേ ഒരു ഭക്തനാവുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യം തോന്നുന്നൊരു വലിയൊരു ഭക്തി, നമുക്ക് തോന്നുന്നൊരു ഭക്തിയൊക്കെ നമ്മൾ ആ റിയൽ കൃഷ്ണ, നമുക്ക് വലിയ പ്രേമമായിട്ട് ഭഗവാനത്ത് പ്രേമമായിട്ടൊക്കെ തോന്നുമെങ്കിൽ അതൊന്നും റിയൽ കൃഷ്ണപ്രേമത്തിന്റെ തലത്തിലുള്ളതല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരുപാട് കേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. വലിയ ഭക്തനാണ്, വലിയ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്, ഭർത്താവ് ഒരു ദിവസം മരിച്ചു, എല്ലാം നിർത്തി, ഭക്തിയും തീർന്നു, എല്ലാം തീർന്നു, എല്ലാം ക്ലോസ്, വൈൻഡ് അപ്പ്. എനിക്കറിയുന്ന വേറൊരു വ്യക്തിയുണ്ട്, അതുപോലെ ദിവസവും അമ്പലത്തിൽ പോക്കലും വലിയ പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, മകൻ മരിച്ചു, എല്ലാം തീർന്നു, പിന്നെ ഭക്തിയില്ല, ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. അപ്പോ അത്തരത്തിലുള്ളതല്ല ശരിക്കുള്ള ഭക്തി എന്ന് പറയുന്നത്, അല്ലെ? ഭക്തിയുടെ ഡെഫിനിഷൻ തന്നെ അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തൃത്തമം എന്നാണ്. അപ്പൊ അന്യാഭിലാഷങ്ങളൊന്നും ഇല്ലാതെ ഭഗവാനെ മാത്രം ആനുകൂല്യമായിട്ട് അനുശീലനം ചെയ്യാൻ സാധിക്കുന്നതാണ് ഭക്തി. അപ്പൊ ആ തലത്തിലേക്ക് നമുക്കൊക്കെ ഉയരാൻ ചൈതന്യ മഹാപ്രഭുവിന്റെയും പഞ്ചതത്വത്തിന്റെയും ഗുരുവിന്റെയും വൈഷ്ണവരുടെയും കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സമയം കുറച്ച് പോയി, ശ്രദ്ധിച്ചില്ല. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ, അതോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമോ? ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാളെങ്കിലും ഇന്ന് കേട്ട എന്തെങ്കിലും കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും മതി, നമുക്കൊന്ന് മനസ്സിലാക്കാൻ. നല്ല ക്ലാസ്സാണ് മാതാജി. പ്രത്യേകിച്ച് പറയാനായിട്ട് മാതാജി വളരെ ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. കേട്ട എന്തെങ്കിലും ഒരു കാര്യം പറയണം, നമ്മുടെയൊക്കെ മനസ്സിലൊന്ന് ഓർക്കട്ടെ. അതെ, മാതാജി പറയണത് ഗുരുവിനെ ഒരിക്കലും, ഗുരുവിനെയും വൈഷ്ണവരെ നിന്ദിക്കരുത്. ഗുരുവിനെ നമുക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുരുവിനെ എന്താ പറയാ, നമ്മൾ അത് തന്നെ വലിയൊരു അപരാധമാണ് ഭഗവാന്റെ കണ്ണില്. നമ്മൾ ആരെ ആശ്രയിക്കാണ്ട് അല്ലെങ്കിൽ നമ്മള് വൈഷ്ണവരുടെ എന്താ പറയാ, അവരെ നിന്ദിച്ച് എനിക്കെല്ലാം അറിയാം, എനിക്ക് ഇനിയിപ്പോ ഒന്നും അറിയാനില്ല എന്ന് വിചാരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അപരാധമായിട്ടാണ് നമ്മൾ കണക്കാക്കണം. പിന്നെ നമ്മള് ഈവൻ എന്താ പറയാ, വൈഷ്ണവരുടെ ഭക്തന്മാരുടെ പോലും അവരെ പോലും നമ്മള് എന്താ പറയാ പ്രാർത്ഥിക്കണമെന്ന്. കാരണം ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാനിരിക്കുന്നവരാണല്ലോ. അപ്പൊ അവരെയും കൂടെ നമ്മള് മനസ്സിൽ ഇത് എന്താ പറയാ മാതാജി, എനിക്ക് കിട്ടണില്ല, വാക്ക് കിട്ടണില്ല. അവരെയും കൂടെ ബഹുമാനിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവരുടെ, നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് അവരുടെ അനുഗ്രഹം വാങ്ങണം. അനുഗ്രഹം വാങ്ങണം. അതെ അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി നന്നായിരുന്നു. മംഗളാചരണത്തില് ദീക്ഷാ ഗുരുവിനെയും വൈഷ്ണവരെയും പിന്നെ ഭഗവാനെയും, അല്ലെ? അതെ, ഗുരുവിനെയും ഭഗവാനെ എന്നുള്ള രീതിയിലാണ് ആചരണം പറഞ്ഞിരിക്കുന്നത്. അത് നല്ലൊരു പോയിന്റ് ആണ് മാതാജി. അതുപോലെ തന്നെ ശിക്ഷാ ഗുരുവിനെ പോലെ തന്നെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു മാതാജി പറഞ്ഞു. അതേപോലെ മാതാജി പറഞ്ഞില്ലേ, സാധു, അതായത് ഭക്തൻ, ഗുരു. അപ്പൊ അത് തന്നെയല്ലേ മാതാജി കൃഷ്ണാവബോധത്തിൽ നമ്മൾ സാധുശാസ്ത്രം, എന്താണ് ഗുരു സാധുശാസ്ത്രം എന്ന് പറയണത്, അതായിട്ട് കണക്ട് ചെയ്യാലോ അല്ലെ? ആ, ഗുരുവിനെയും സാധുവിനെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കണം, തീർച്ചയായും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി, വളരെ വളരെ നന്ദി മാതാജി. ഭഗവാന്റെ കൃപയാൽ വളരെ മനോഹരമായ ക്ലാസ്സാണ് മാതാജി എടുക്കുന്നത്. നല്ല റിയലൈസേഷനോട് കൂടിയാണ് മാതാജി പറയുന്നത്. അപ്പൊ എല്ലാ ബുധനാഴ്ചയും മാതാജിയുടെ ക്ലാസ് നമുക്ക് ഉണ്ടാവണം മാതാജി, ദയവായി. എന്നാൽ ഇപ്പം തുടക്കത്തിൽ റെക്കോർഡിങ് അല്പം ലേറ്റായി പോയി, ദയവായി ക്ഷമിച്ചാലും. എന്നാലും അത് ചെയ്യാൻ കഴിഞ്ഞു. നന്ദി. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ശ്രവിക്കാനും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പാരായണം ചെയ്യാനും ഈ അവസരം തന്ന് നമ്മളെ ഉയർത്തുന്നതിന് പിന്നെ മാതാജി ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഇപ്പൊ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരുന്ന ഡിവോട്ടീസിന് 1-2 ഡിവോട്ടീസ് സീനിയർ വൈഷ്ണവര് വേറെയും പ്രോഗ്രാംസ് അവർക്കുള്ളത് കൊണ്ട് 1-2 ആഴ്ച അവര് അവധി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സീനിയർ വൈഷ്ണവകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ
മാതാജി നമുക്കൊന്ന് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മാതാജി ഒന്ന് മാതാജിയുടെ വക ഒരു സപ്പോർട്ട് തരണം. പ്രഭു ശ്യാംസുന്ദർ മാജിയോട് ചോദിച്ചാൽ ചിലപ്പോ ഒരു ദിവസം. ശ്യാം സുന്ദർ മാതാജിയുടെ നമ്പർ എനിക്കൊന്ന് അയച്ചു തരാമോ മാതാജി? ഞാൻ ഇന്ന് വിളിക്കാം. നാളെ സുന്ദർ പ്രഭു ഒരു 3 ആഴ്ചത്തേക്ക് വേറെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ലീവാണ്. അപ്പൊ നമുക്ക് ഷെഡ്യൂൾ ചെയ്യണം. പിന്നെ ആ മാതിരി നമ്പർ ഒന്ന് അയച്ചു തരണം. പിന്നെ ഞാൻ 1-2 ജലാശയ മാതാജിയുടെ അടുത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതെ മാതാജി നാളത്തെ ക്ലാസ്സിന് മാതാജിക്ക് ഞാൻ ഒന്ന് വിളിച്ചോട്ടെ മാതാജിയെ? ഫോണിലൂടെ ഒന്ന് വിളിച്ചോട്ടെ? ശരി, ഞാൻ വിളിച്ചോളാം മാതാജി. ഞാൻ വിളിച്ച് സംസാരിക്കും. അപ്പൊ വന്ന് എല്ലാ ബുധനാഴ്ചയും നമ്മളെ അനുഗ്രഹിക്കണം മാതാജി. വളരെ സന്തോഷം. നല്ല ധാമത്തിൽ നിന്ന് നേരിട്ട്. അതെ, ജലാശയ മാതാജി ഞാൻ പേഴ്സണലി വിളിച്ച് സംസാരിക്കാം. മാതാജി ധാമത്തിൽ നിന്നാണ് സംസാരിക്കാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ മാതാജി ധാമത്തിൽ നിന്ന് നമുക്ക് ക്ലാസ് എടുക്കും. നമുക്ക് നോക്കാം. ഇന്ന് ക്ലാസ് എടുത്തതിന് വളരെ നന്ദി മാതാജി. എല്ലാ ബുധനാഴ്ചയും മാതാജിയുടെ ക്ലാസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അനുഗ്രഹിക്കും. താങ്ക് യു മാതാജി.